മതി 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 ഭയ്യാ മതി ബസ് ഭയ്യാ ബസ്. ഹേ ഹലോ മച്ചന്മാരെ, പാക് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് നമ്മുടെ വാഗമണിലെ KPM ഫാമിലാണ്, ഫിഷ് ഫാം. അപ്പോൾ അതെ നല്ല ഗംഭീര കാഴ്ചയാണ് ഗൈസ്. വെള്ളം 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 ഗൈസ്. നമ്മളിത് യാത്ര ചെയ്തത് നമ്മുടെ KPM ഫാമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്ര ആക്ടിവിറ്റീസാണുള്ളത്. കൊട്ടാഞ്ചിയാണ് ഇവിടുത്തെ മെയിൻ. KPM ടൂറിസ്റ്റ് വില്ലേജിൽ നിന്ന് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ മതി, സാധനം കാണാം ഗൈസ്. അപ്പോൾ ഇതേ നമ്മൾ ഏലപ്പാറയിൽ നിന്ന് 25 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് നമ്മളിത് നമ്മുടെ KPM ഫാമിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു മെയിൻ റോഡിൽ നിന്നൊരു ലേശം അകത്തേക്ക് പോയാൽ മതി. അപ്പോൾ ഇതേ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇതൊരു കോറിയാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ ടിപ്പറും സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്, JCB ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ താഴെ പാർക്കിംഗ് ഉണ്ട്. നമ്മൾ നേരെ നമ്മുടെ KPM ടൂറിസ്റ്റ് വില്ലേജിലേക്ക് പോകാം. ഇത് കുറച്ച് അകത്തോട്ട് മാറിയാണ്. എന്തായാലും നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇവിടെ തന്നെ എത്തും. അതിവിടെ ഞങ്ങൾ ആദ്യമായിട്ട് വന്നപ്പോഴും ഇങ്ങനെ ആയിരുന്നു, ഒരു അങ്കലാപ്പായിരുന്നു. മൊത്തം JCBയും കല്ലും മണ്ണും ഒക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തൊരു പാറമടയാണ്. അതെ, ഇത്രയും വലിയൊരു പാറമടയ്ക്കകത്തിൽ സെറ്റ് ചെയ്തിട്ടേക്കാണ്. അപ്പം കുറേ കാറുകളൊക്കെ കിടപ്പുണ്ട്, നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ചോദിച്ചാ പാർക്ക് ചെയ്യും. റെക്കോർഡിങ് വർക്ക് ചെയ്യുന്നില്ലെന്നാണ്. അപ്പോൾ ഇവിടെ എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചേക്കാണ് ഗൈസ്. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയൊരു നമ്മൾ കയറി വരുന്നിടത്ത് തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടവും സംവിധാനമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് KPM. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള സ്മോക്കും സംവിധാനമൊക്കെ ഇവിടെ താഴെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാമറയിൽ സ്മോക്ക് വരുന്നുണ്ട്. ചെറിയ രീതിയിലൊരു വെതർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇവിടെ. നൈസായിട്ട് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം അടിപൊളി സംഭവമാണ് ഗൈസ്. എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഉണ്ട് സെറ്റപ്പ്, അങ്ങനെ ഉണ്ട് സെറ്റപ്പ്. അതിന് താൻ കണ്ടോ അത് കയറി? അത് പറ. അതിന് താഴോട്ട് ഇറങ്ങണമെങ്കിൽ പാസ് ഇവിടെ നമുക്ക് പാസ് എടുക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. ടിക്കറ്റ് എത്ര? 50 രൂപ. 50 രൂപയാണ് ടിക്കറ്റ്. 50 രൂപ ടിക്കറ്റ് കുഴപ്പമില്ലല്ലോ ഗൈസ്, ചെറിയ കുഴപ്പമുണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഗൈസ്. ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് സ്മോക്ക് ചെയ്തിട്ടുണ്ട് ഇവർ. അടിപൊളിയായിട്ട് എല്ലായിടത്തും വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സൂപ്പറായിട്ട്. ഇവിടെയൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഫുഡുണ്ട്. അത്യാവശ്യം നല്ല ഫുഡുകളൊക്കെ ഇവിടെ കിട്ടും. ഫിഷൊക്കെ ഇവിടെ ലൈവായിട്ട് ചെയ്ത് കൊടുക്കും. ഇവിടുന്ന് തന്നെ പിടിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നു ഗൈസ്. നൈറ്റ് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. നൈറ്റ് അടിപൊളി സെറ്റപ്പാണ് ഇവിടെ. ലൈറ്റൊക്കെ വരുമ്പോഴത്തേന് അടിപൊളിയാണ്. അപ്പോൾ സൂപ്പറാ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പെരിയെ അകത്തോട്ട് കയറാം. ഒരു ഫാം സെറ്റപ്പ് ഉണ്ട് ഗൈസ്. ചെറിയൊരു ഫാം സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ കാണാം. ചേട്ടന്മാരിവിടെ കൂട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വാത്തയുണ്ട്, കേട്ടോ. അടിപൊളി വാത്തയുണ്ട് ഗൈസ്. വാത്തയൊക്കെ മുട്ടയിടാനായിട്ട് മുട്ടയൊക്കെ ഇട്ട് കൂട്ടിക്കയറിയിരിപ്പുണ്ട് വാത്തയൊക്കെ. പിന്നെ ഗംഭീര ടർക്കിയുണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. ഇതെല്ലാം ടർക്കിയാണ്. വെറൈറ്റി ടർക്കിയുണ്ട്. കൂട്ടിക്കിടക്കുകയാണ് ഗൈസ്. പിന്നെ ഇവിടെ
വെറൈറ്റി താറാവുകളുണ്ട്. എല്ലാം താറാവിൻ്റെ പല വെറൈറ്റി ഐറ്റംസും ടർക്കിയുടെ പല വെറൈറ്റി ഐറ്റംസുമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഓ ഗംഭീര മീൻ. ഇതിനകത്ത് കണക്കുന്ന മീനെ നോക്കി. അലിഗേറ്റർ സാധനമുണ്ട്. നമ്മുടെ ചീങ്കണ്ണി സാധനമുണ്ട്. തിലാപ്പിയുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇവിടെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട് ഇവർ. അങ്ങനെ കുറേ കാഴ്ചകളുണ്ട് ഇവിടെ. ഇവിടെ ഒരു ഗംഭീര ഒരു വെള്ളച്ചാട്ടമുണ്ട്. നല്ലൊരു വെള്ളച്ചാട്ടം അവർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നേരെ വീഴുന്ന ഈ പൂളിൻ്റെ അതിലേക്കാണ്. നല്ലൊരു പൂൾ സെറ്റപ്പ് ഉണ്ട്. ഇതിൻ്റെ അതിൽ കുളിക്കുകയൊക്കെ ചെയ്യാം. വേറെ ലോകത്താണ് ഗൈസ്. കറങ്ങിയൊക്കെ നോക്കുന്നുണ്ട്. ഇടിയും പുകയാണ് ഗൈസ്. ഗംഭീര സാധനം. 100 രൂപയുള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതും കാണാം. എന്നാട്ടെ പല മീനെ കൊണ്ട് കാലിൽ കുത്തിക്കാം ഗൈസ്. അതും എല്ലാം വളരെ വെറും 100 രൂപയ്ക്കാണ് എല്ലാ സംവിധാനവും ഇവിടെ ഉള്ളത്. കൊട്ടവഞ്ചിയിലേക്കുള്ള യാത്രയാണ് ഗൈസ്. കമോൺ. ഇവിടെ നിന്ന് മീനെ പിടിക്കരുത് ഗൈസ്. വരുന്നവർ മീനെ പിടിക്കരുത്. ദയവ് ചെയ്ത് മീനെ പിടിക്കരുത്. മുകളിൽ സ്മോക്കുണ്ട്. കണ്ട സ്മോക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു പുളി പൂത്ത് നിൽക്കുകയാണ് ഗൈസ്. ഒരു പുളി. പക്ഷേ പൂത്ത് നിൽക്കുന്ന പുളി നിൽക്കുന്നത് ഒരു ചെറിയ ചെടിച്ചട്ടിക്കകത്തിലാണ് ഗൈസ്. നല്ല പ്രായമുള്ളൊരു ചെടി. കൊട്ടവഞ്ചിയിൽ കയറാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. എത്ര ടിക്കറ്റ്? എത്രയും 100 രൂപയാണ് ഗൈസ് ഒരാൾക്ക് കോട്ടയ്ക്കകത്ത് കയറാനായിട്ട്. 100 രൂപയുടെ കൊട്ടയാണ്. 100 രൂപയാണ് കോട്ടയിൽ കയറാനായിട്ട്. കോട്ടയിൽ കയറാം. അപ്പോൾ നമ്മളിത് ഒരു സമയത്ത് 7 പേർക്ക് കയറാം. ഉണ്ടോ? നമ്മൾ 6 പേരും കുഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കയറാനായിട്ട് പോവാണ് ഗൈസ്. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനകത്ത് കയറി നിൽക്കുകയാണ്. നേരെ ഫിഷിന് കൊടുക്കാനുള്ള തീറ്റയൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇഷ്ടംപോലെ മീനുകളുണ്ട്. ഗംഭീര മീനുകളാണ് ഗൈസ്. ജാക്കറ്റൊക്കെ ഇട്ട് തയ്യാറായിരിക്കുകയാണ് ഗൈസ്. ബോട്ടിങ്ങിന് നമ്മുടെ കൂട്ടത്തിൽ വരുന്നത് കോഴിക്കാർപ്പ്. പിന്നെ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന ഗൗരയുണ്ട്, സിലോപ്പിയ ഉണ്ട്, ഗോൾഡ് ഫിഷ് ഉണ്ട്, രോഹു ഉണ്ട്, കട്ടളയുണ്ട്. ഇത്രയും ഐറ്റങ്ങൾ ഇതിനകത്ത് നമുക്ക് കറിക്ക് ഉപയോഗിക്കാനുള്ള. എന്തോരം വലിപ്പമുള്ള മീൻ കാണും? ഇതിനകത്ത് 6-7 കിലോ ഉള്ള കട്ടളയൊക്കെ ഉണ്ട്. ഇവരൊന്നും പകലൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. രാത്രി നമ്മൾ ചീനവല കെട്ടിയിട്ട് ആമാരെ പിടിക്കും. ചീനവല നമ്മുടെ ഫുഡ് കോർട്ടിലുണ്ട്. സിലോപ്പിയ ഉണ്ട്. അത് നമ്മൾ വലിയ ആൾക്കാരെ കിട്ടുമല്ലോ. കിട്ടുള്ളൂ. ചീനവല നമ്മൾ കെട്ടി അവിടെ ഇട്ടേക്കും. നമുക്ക് ആവശ്യമുള്ളപ്പം വല പൊക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മീൻ അതിൽ നിന്ന് എടുക്കാം. നമുക്ക് കോഴിക്കാർപ്പൊക്കെ കയറും അതിൽ. അതൊക്കെ നമ്മൾ തിരിച്ചങ്ങോട്ട് വിട്ടേക്കും. നമുക്ക് ആവശ്യമില്ല ഉള്ള മീൻ നമ്മൾ എടുക്കും. ബാക്കി തിരിച്ച് നമ്മൾ വിടുകയും ചെയ്യും. ഇപ്പോൾ 2 വർഷത്തോളം ആകും. നമ്മൾ ഓരോരുത്തരായിട്ട് കയറുകയാണ് ഗൈസ്. ചാടിക്കറിക്കോ. എല്ലാവരും വെള്ളമെല്ലാം തെറിപ്പിക്കുകയാണ് ഗൈസ്. എൻ്റെ ക്യാമറ. മൈ ഗാഡ്. അടിപൊളി കാഴ്ചയാണ് ഗൈസ്. ഇങ്ങനെ നമ്മുടെ വഞ്ചിയുടെ ചുറ്റും നമ്മൾ തീറ്റ കൊടുക്കുന്ന അനുസരിച്ച് നമ്മുടെ പുറകിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മീനുകൾ. ഗംഭീര കാഴ്ചയാണ് ഗൈസ്. കടിച്ചു വെള്ളം നമ്മുടെ ചുറ്റിനുണ്ട് ഗൈസ് മീനുകൾ. ഞാനുണ്ട് ചാ. ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നിട്ട് ഈ കാഴ്ചയൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് പോകണം. സംഭവം അടിപൊളിയാണ് ഗൈസ്. ഇവിടെ തീറ്റ എല്ലാം കൂടെ തീർത്ത് കളയാതല്ലോ. മൊത്തം തീറ്റയും തീർത്ത് ഗൈസ്. നമ്മൾ കൈ കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ കയ്യിലേക്ക് തന്നെ നിറച്ച് കയറി വരികയാണ് ഗൈസ്. ഒരു ഗംഭീര കാഴ്ചയാണ് ഗൈസ്.
നമ്മുടെ കൈക്കകത്ത് നിന്ന് ഇങ്ങനെ 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 കൊത്തി എടുത്തുകൊണ്ട് പോവാണ്. നമ്മുടെ വിരലൊക്കെ അതിൻ്റെ വായിലാണ് കേസ്. വാടാ ഇവിടെ വാടാ. തീറ്റ കൊടുക്കുന്ന അറിയാവുന്നതാണ് ഈ വഞ്ചിയുടെ പുറകിനെ തന്നെ ഇങ്ങനെ നടക്കുന്നത്. അടിപൊളി. വിരൽ അതിൻ്റെ വായിലാണ് കേസ്. എൻ്റെ വിരൽ കണ്ട് അമ്മീൻ്റെ വായിലാണ് കേസ്. ഓ മൈ ഗാഡ്. വായിക്കാത്തി വെള്ളം തെറിപ്പിച്ചു കേസ് മീൻ. ഇതൊരു ഭയങ്കര രസമാണ് കേസ്. ഈ മീനുകൾക്കൊന്നും പല്ലില്ലാത്തതുകൊണ്ട് കടിക്കുമെന്ന പേടിയുണ്ട്. നമ്മുടെ വിരൽ മൊത്തം അതിൻ്റെ വായിലായിരിക്കും. പക്ഷെ നമുക്കിതിനെ പിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ കൈക്കകത്തിൽ കൂടെ എല്ലാം ഓടി നടക്കുകയാണ് കേസ്. കൈക്കകത്തിലെല്ലാം ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ്. ആണുണ്ട് എടുക്കണേ വായിന്ന്. അവസാന ഘട്ട കറക്കമാണ് ഗൈസ്. അവസാന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു കറക്കം കറക്കും. നല്ല ഗംഭീര കറക്കം. കറക്കാ ഭയ്യ ഭയ്യ കറക്കയ്യ. ആ പൊളി കറക്ക്. അടിച്ച് കറക്കൂ 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 അടിച്ച് കറക്കൂ 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 അടിച്ചോ അടിച്ചോ അടിച്ചോ. ആ സ്പീഡ് 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 അടി അടി അടിച്ച് കറക്കൂ. അയ്യോ അലറ 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 അലറ. മതി 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 ഭയ്യാ മതി. ബസ് ഭയ്യാ ബസ് ബസ് ഭയ്യാ ബസ്. മര്യാദക്കല്ലേ ഞാൻ പറഞ്ഞത്. ഡെർക്കേ ഡെർക്കേ ബസ് ഭയ്യാ ബസ്. അങ്ങനെ അവസാനത്തെ കറക്കം കറഞ്ഞ് നമ്മുടെ തല കറങ്ങി പോവുകയാണ് ഗൈസ്. അപ്പോൾ സംഭവം അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ കറക്കമൊക്കെ കഴിഞ്ഞു. നമ്മുടെ മീനുകൾ നമ്മുടെ ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ട്. നമ്മുടെ മീനുകൾ കറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ കരയ്ക്ക് പോവുകയാണ്. മണ്ടയ്ക്ക് നമ്മുടെ തലയ്ക്ക് മുകളിൽ സ്മോക്ക് ഉണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? കേബിളിൻ്റെ അതിൽ സ്മോക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗംഭീര സാധനമാണ്, ഗംഭീര സാധനം. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അടിപൊളിയേ അങ്ങനെടാ, സൂപ്പർ. കൊള്ളാം. അങ്ങനെ നമ്മൾ കരയിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ മീനുകളോടൊക്കെ യാത്ര പറഞ്ഞു പോവാണ്. ചെറിയൊരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതിന് അടുത്ത് തന്നെ ഒരു ചെറിയൊരു പാർക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വരുന്ന കുട്ടികൾക്കൊക്കെ ഇരിക്കാനും എൻജോയ് ചെയ്യാനായിട്ടുള്ള ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ഇവിടെ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഇഷ്ടം പോലെ ബോൺസായികളുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ബോൺസായി ഉണ്ട്, കണ്ടോ വെച്ചാൽ ഇഷ്ടം പോലെ ബോൺസായികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഗംഭീര കാഴ്ചയാണ്. നമ്മൾ ഇതൊക്കെ കാണാനായിട്ട് വെറും 50 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മതി. ഇതെല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആലാണ്, വെറൈറ്റി ആലുകളുടെ ബോൺസായികൾ കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് ഇതെല്ലാം ഇവിടെ ഇങ്ങനെ നിരപ്പിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് ഇരിക്കാനായിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഗൈസ്. ഒരു മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടാണ് ഇതെല്ലാം ഇവർ ഇവിടെ തന്നെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. പക്ഷേ ഗംഭീര കാഴ്ചയാണ്, അടിപൊളി കാഴ്ചയാണ്. അവിടെ ഒരു ചെറിയൊരു ഹട്ട് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം എപ്പോഴും ഇങ്ങനെ സ്മോക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നല്ല മഞ്ഞ് പോലെ. അതും അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ബോൺസായി, ചെറിയൊരു പാർക്ക്, പിന്നെ കുട്ടികൾക്ക് ചെറുതായിട്ട് എൻജോയ് ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട്, ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, കുറച്ച് നേരം പൂള് എൻജോയ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, പിന്നെ ചെറിയ പ്രോഗ്രാമുകളൊക്കെ നടത്താനായിട്ട് കുഞ്ഞൊരു സ്റ്റേജുണ്ട്. പിന്നെ ഇതേപോലെ കടന്ന് തുള്ളിച്ചാടാനുള്ള സ്പേസ് ഉണ്ട്. എങ്ങനെയുണ്ട് അവർക്ക്? എങ്ങനെയുണ്ട്? പിന്നെ എവിടെ ടൂറിന് പോയാലും ഒരാൾ കാണുമല്ലോ, ഒന്നിലും ബന്ധപ്പെടാതെ മാറി എവിടെയെങ്കിലും ഇരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇരിക്കാനായിട്ടുള്ള കസാരയുണ്ട്. അടിപൊളിയാണ് കേസ്. അപ്പോൾ എല്ലാ സംവിധാനമായിട്ട് നല്ല ഗംഭീരമായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ്. ഒരു കോറി എത്ര മനോഹരമാക്കാമോ അത്ര മനോഹരമാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട്. നല്ല ഫുഡ് കഴിക്കാനുള്ള ഏരിയ ഉണ്ട്, എൻജോയ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്, കുറച്ച് നേരം വെറുതെ ഇരിക്കാനുള്ള ഏരിയ ഉണ്ട്. എല്ലാം നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചുറ്റും നല്ല ഗംഭീര കാഴ്ചയാണ്. KPM-ൻ്റെ നല്ല സൂപ്പർ സെറ്റപ്പാണ് ഗൈസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. അപ്പോൾ ടൂറിനൊക്കെ വരുന്നവർക്ക് എന്തായാലും ഒരു 4 മണിക്ക്, ഒരു 3 മണി 4 മണിക്ക് ശേഷം ഇങ്ങോട്ട് വരാം. 7 മണി വരെയാണ് ഇവരുടെ ടൈം. പിന്നെ നമ്മൾ പറഞ്ഞാൽ കൂടുതൽ ടൈമും തരും. അപ്പോൾ രാത്രി ആവുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നൈറ്റ് വരെ, അല്ലേ, ഒരു 7 മണി 8 വരെ നമുക്ക് ക്യാമ്പായിട്ട് പറഞ്ഞാൽ ക്യാമ്പായിട്ട് ക്യാമ്പ് ഫയർ ചെയ്യാം.
എല്ലാ സംവിധാനം ക്യാമ്പ് ഫയറിനും എല്ലാത്തിനും ഫുഡിനുള്ള എല്ലാ ഐറ്റം ഉണ്ട്. ഫുഡുണ്ട്, ഫുഡ് കാണാനുള്ള റെസ്റ്റ് എടുക്കാനുള്ള എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പോൾ വരുമ്പോൾ വരിക, ഒരു ദിവസം വരുമ്പോൾ അതിൻ്റെ എൻഡിൽ ഒരു എൻഡ് പഞ്ച് കൊടുക്കാനായിട്ട് ഗംഭീര സാധനമാണ്. അപ്പോൾ ഇതേപോലുള്ള സ്ഥലമായിട്ട് ഇനി നമ്മൾ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.